ഞങ്ങൾ കളിയാക്കിയത് ഇവൻ രാവിലെ ഹൈദരാബാദിൽ എന്റെയും ധ്യാന്റെ മുറിയിൽ ഇവർക്ക് ഫ്ലൈറ്റ് രാവിലെ തലേദിവസം എല്ലാവരും പാർട്ടി കഴിഞ്ഞ് ലേറ്റായി. അപ്പം ഇവൻ ബെല്ലടിച്ച് ധ്യാൻ അവനായിരിക്കും ചെന്ന് തുറക്കുമ്പോൾ കയ്യിൽ സ്പീക്കറൊക്കെ പിടിച്ച് വെളുപ്പിന് 3:30-4 മണിയാണേ. എന്നിട്ട് ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് അത് ഇന്ന് നോർമലായി. ഇന്ന് ഇദ്ദേഹം ചെയ്തോണ്ടല്ലേ, ഇന്ന് മൊത്തത്തിൽ സമൂഹത്തിൽ അത് അങ്ങനെയുള്ള കുറെ പേരെ കാണാൻ തുടങ്ങി. അന്ന് തീർച്ചയായിട്ടും നീരജ് മാധവ്, വേറെ ഇപ്പൊ നമ്മൾ താങ്കൾ യൂസ് ചെയ്ത രൺബീർ സിംഗ് എന്ത് ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്തത്, അത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു. കാലത്തിന് മുന്നേ സഞ്ചരിച്ചു. കുഞ്ഞെ നീ വലിയ ട്രെൻഡി ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. അന്ന് കോമാളിയായിട്ട് തോന്നി. ഇവ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നേ? അത് ആക്ച്വലി ഞാൻ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് നമ്മുടെ ഒരു പൊതുസമൂഹത്തിലുള്ള ഒരു നോംസ് ഉണ്ടല്ലോ, അപ്പൊ ആളുകൾക്ക് ഇതൊക്കെ എന്തോ ഒരു കിളിപോയ ആക്ടിവിറ്റി ആയിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടാവുക. ഞാനത് കെയർ ചെയ്യാതിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഈ സിനിമാക്കാരുടെ ഇടയിലുള്ള ഒരു ഗ്രൂമിംഗ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ഞാൻ കുറച്ച് ഓവർ ദ ടോപ്പായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് വെറുതെ ജാട പട്ടി ഷോ എന്നുള്ള പരിപാടി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ കാലം എൻ്റെ വാർഡ്രോബിലുള്ള എൻ്റെ ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റ്സ് ഒന്നും ഇടാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒട്ട് പുല്ലെന്നുള്ള മൈൻഡായി. പിന്നെ